ഹായ്, ഐ എം ദീപ ഫ്രം ഹെൽത്തി ഫ്ലേവേഴ്സ്. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കല്ലാർകൂട്ടി ഡാമിന് സമീപത്തുള്ള തുളസി വില്ലേജ് റിട്രീറ്റിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഇത് 5 ഏക്കർ ഭൂപ്രകൃതിയുള്ള റിട്രീറ്റാണ്. തുളസി വില്ലേജ് റിട്രീറ്റിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കലേഷിനടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. തീർച്ചയായും. എത്ര വർഷമായി ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. 2 വർഷം പൂർത്തിയായി. അത് ഫുൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത പ്രോപ്പർട്ടി തന്നെയായിരുന്നു അതോ പിന്നെ അതിന് ശേഷം ഡെവലപ്പ് ചെയ്തെടുത്താണോ? ഇത് പഴയൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മോഡിഫൈ കുറച്ച് വർക്കുകൾ ചെയ്തു. പിന്നെ അതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ചെയ്തിട്ടു നമ്മളൊരു ഫീല്, ഒരു പഴയ ഒരു വീടിൻ്റെ ഒരു ഫീൽ കൊണ്ടുവന്ന് ചെയ്താണ്. അതുപോലെ ഈ വൃക്ഷങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിരുന്നാണോ അതോ നിങ്ങളിത് പിന്നെ അതിന് ശേഷം? കൂടുതലും നമ്മളിവിടെ ഓൾറെഡി വന്ന വൃക്ഷങ്ങളാണ്. പിന്നെ നമ്മൾ അതല്ലാതെ നമ്മൾ കുറേ ആയുർവേദ വൃക്ഷങ്ങൾ വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സുകൾ വെച്ചിട്ടുണ്ട്, പിന്നെ നക്ഷത്ര. അതെ, ഞങ്ങൾ വന്നു കയറിയപ്പോൾ കണ്ടു 28 നക്ഷത്രങ്ങളുടെ ഓരോ വൃക്ഷങ്ങളും ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളെ ജന്മനക്ഷത്രത്തിലുള്ള എല്ലാ മരങ്ങളും നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. അതിൽ വരുന്ന കസ്റ്റമേഴ്സിന് എന്താ പറയുക, മറ്റുള്ളൊരു റിസോർട്ടിലും കിട്ടാത്തൊരു ഫീല് നമുക്ക് കൊടുക്കണം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ മൊത്തത്തിൽ നമ്മളെ ഫുഡായാലും നമ്മളെ അന്തരീക്ഷമായാലും ശരി, നമ്മളിവിടെ കിട്ടുന്ന ഫീലായാലും മൊത്തത്തിലൊരു വെറൈറ്റി നമുക്ക് വളരെ വളരെ ശാന്തമായിട്ടുണ്ട്. ഒത്തിരി കാണാൻ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഡാം നന്നായിട്ട് നല്ല വ്യൂ ആണ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെപ്പോലും നമ്മൾ പിടിച്ചു നിർത്തിയ ഒരു സംഭവമാണ് ഇവിടുത്തെ അന്തരീക്ഷ ഫീല്. അതാണ് ഇവിടെ നിങ്ങൾ ഇത് കൂടാതെ നിങ്ങൾ സ്റ്റേ അല്ലാണ്ട് വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇവിടെ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്? അവിടെ കൊടുക്കുന്ന വെച്ചാൽ ഫിഷിങ് കൊടുക്കാറുണ്ട്. പിന്നെ അവിടെ ഒരു ആൽപ്പാറ എന്ന് പറഞ്ഞ മൗണ്ടൻ ഉണ്ട്, അവിടെ ഒരു അമ്പലമാണ്. അവിടെ ആൾക്ക് പോകാനാണ്, അവിടേക്ക് നമ്മൾ ട്രക്കിങ് പോകാറുണ്ട്. പിന്നെ വെച്ചാൽ ഇവിടെ ഒരു ഡാമുണ്ട്, ബോട്ടിങ്ങുള്ള ചെങ്കുളം എന്ന് പറയും. പിന്നെ നിയർ ബൈ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ നമ്മൾ ഗാർഡൻ വിസിറ്റ് ചെയ്യാനുണ്ട്, നമ്മളെ സ്വന്തം ഗാർഡൻ തന്നെ. ഇവിടെ നമ്മളെ സ്പൈസസും നമ്മളെ മരങ്ങളും എല്ലാം വിസിറ്റ് ചെയ്യാനുള്ള അതുകൂടാതെ ഇവിടെ ടെന്റ് അടിക്കാനായിട്ട് ഇപ്പം ഫോറിനേഴ്സിനൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ടെന്റോ ക്യാമ്പ് ഫയറോ ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? അതിനിവിടെ എവിടെയാണ് സ്പേസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അതോ? നമ്മൾ താഴെ നമ്മളൊരു ചെറിയ കോട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ടെന്റ് അടിക്കും. അപ്പോൾ അവിടെ ക്യാമ്പ് അവർക്ക് അവരെ ചോയ്സിനനുസരിച്ച് ക്യാമ്പ് ഫയറോ അവർക്ക് ഫുഡ് ഓൺ ലൈവിൽ തന്നെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. അവരുടെ ഇഷ്ടത്തിന് അവരുടെ ചോയ്സിനനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റ് ഒക്കെ വരുന്നത് കേരളത്തിൽ നിന്നുള്ളവരാണോ അതോ നോർത്തിൽ നിന്നാണോ എങ്ങനെയാണ്? അതോ ഫോറിനേഴ്സ് ആണോ കൂടുതൽ വരുന്നത്? ഫുൾ ഇയറും ഫുൾ ആളുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഇവിടെ തന്നെയാണ് സ്റ്റേ? ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്ത് സഹായിക്കുന്നതൊക്കെ അസ്ലമാണ്. അത് നിങ്ങൾ എല്ലാവരും വന്നാൽ ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് അസ്ലം ഇവിടെ ഉണ്ടാവും. ക്യാമ്പ് ഫയറും ബാക്കി ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന അസ്ലമാണ്. എന്തായാലും വരിക, വിസിറ്റ് ചെയ്യുക, ഇവിടെ നിന്ന് ഇവിടുത്തെ അനുഭവം, ഈ പ്രകൃതിയുടെ ഒരു അനുഭവം നിങ്ങൾ മനസ്സിലാക്കുക. തുളസി വില്ലേജ് റിട്രീറ്റിൽ പല പരമ്പരാഗത രീതിയിലുള്ള ട്രഡീഷണൽ റെസിപ്പീസും ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഇന്നിവിടെ ഒരു ട്രഡീഷണൽ റെസിപ്പി കലേഷ് നമുക്ക് ട്രൈ ചെയ്ത് കാണിക്കുകയാണ്. എന്താ കലേഷ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ചെമ്പരത്തി പായസം. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പറഞ്ഞോളൂ കലേഷ്. ഡ്രൈ ഗ്രേപ്സ്, കാഷ്യൂ, കാടമൺ, സൺഫ്ലവർ ഓയിൽ, ശർക്കര, ഹോം മെയ്ഡ് ഗീ, സാൾട്ട്, ചെമ്പരത്തി, പശുപാല്. പശുപാല് തന്നെയാണോ നമുക്ക് ഈ പായസം? തേങ്ങാപ്പാലല്ല. നമ്മൾ ഈ നാടൻ ചെമ്പരത്തി മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യൂ. മറ്റുള്ളത് കൊഴുപ്പ് ജാസ്തി ആയിരിക്കും. ഇത് ഒരു മീഡിയം കൊഴുപ്പ് മാത്രമാണ് ഈ ചെമ്പരത്തിക്ക് ഉണ്ടാവുള്ളൂ.
നമ്മൾ ചോപ്പിങ് കഴിഞ്ഞു. ഫസ്റ്റ് നമുക്ക് ഓയിൽ, നെയ്യ് അല്ല, നമ്മൾ ആദ്യം സൺഫ്ലവർ ഓയിലാണ് ഇത് വറുക്കുന്നത് അല്ലേ? വരട്ടിയെടുക്കാൻ വേണ്ടി നമ്മളാദ്യം ഓയിൽ യൂസ് ചെയ്യും. ഇതിലേക്ക് നമ്മൾ വാടുമ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ. കുറച്ച് ഓയിൽ കുറവാണ്. ആവശ്യത്തിന് നമുക്ക് നോക്കി നോക്കി ചെയ്യാം. ഓവർ ഓയിൽ പാടില്ല, ജസ്റ്റ് ഒന്ന് കോട്ടിങ് മാത്രം. കലേഷിലൊക്കെ എവിടെ നിന്ന് പഠിച്ചു ഇങ്ങനത്തെ ട്രഡീഷണൽ റെസിപ്പീസൊക്കെ? നമ്മൾ എന്താ പറയുക, നമ്മളെ എന്താ പറയുക, പഴമക്കാരിൽ നമ്മൾ കളക്ട് ചെയ്യും. പഴയ ആൾക്കാരിൽ നിന്ന് അവരുടെ അറിവുകൾ നമ്മളിലേക്ക് ഷെയർ ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണ്. പാചകം പഠിച്ചതാണോ അതോ തനിയെ ചെയ്യാനുള്ള താല്പര്യം കൊണ്ടാണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോട്ടൽ പഠിച്ചു കഴിഞ്ഞു. കൂടെ നമ്മൾ അതല്ല ചെയ്യാനുള്ളൊരു മനോഭാവം നമുക്ക് മറ്റുള്ളവർ നമ്മൾ കൊണ്ടുവരികയാണ്. കൂടുതൽ നമ്മൾ ട്രഡീഷണൽ ഐറ്റംസ് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഉണ്ടാകുന്നതല്ല. നമ്മൾ പൊതുവേ നമ്മൾ പുറമേ നമുക്ക് കിട്ടുന്ന അറിവാണ് ട്രഡീഷണൽ ഫുഡ്. കുറച്ച് സോൾട്ട് ഇടണം. എന്താ ഈ ഉപ്പിടുന്നതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? ഉപ്പിടുന്നത് ഇപ്പം മാത്രമേ, ഈ ടൈമിൽ മാത്രമേ, ഈ സോർട്ടിങ് ടൈമിൽ മാത്രമേ ഉപ്പ് ചെമ്പരത്തി പിടിക്കൂ. നമുക്ക് ഈ ശകലം ആഡ് ചെയ്യാം. ഇത് ഹോം മെയ്ഡ് ഗീ ആണ്. ഇത് സ്മെല്ലിങ് കൂടുതലായിരിക്കും നമ്മളെ മറ്റുള്ള ഗീനെ കൊട്ടും. നമ്മൾ വീടുകളിൽ കളക്ട് ചെയ്യും. നമ്മൾ മറ്റുള്ള നമ്മൾ ഫ്രൈ ചെയ്താണ് ഇടാറ്. അവസാനം കഴിയുമ്പോൾ ഇത് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യും. നമ്മളെ പാവായിട്ടുണ്ട്. പശുമ്പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കും. ചെമ്പരത്തി നമ്മൾ അരച്ച് അങ്ങനെയൊന്നും വേണ്ടല്ലോ അല്ലേ? ഇതിങ്ങനെ തരിയായിട്ട് കിടക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ശർക്കര ഇടുമ്പോൾ അത് അതിലേക്ക് അങ്ങ് വെന്ത് ആയിക്കോളൂ അല്ലേ? ശർക്കര സാധാരണ നമ്മൾ പായസത്തിൽ പാനിയാക്കി പാനിയാക്കണം. എടുത്തിട്ടൊക്കെ ഇതിനാവുമ്പോൾ നമ്മളിപ്പോൾ പാലായതുകൊണ്ട് അതിൽ ഡയറക്റ്റായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ശർക്കര നന്നായി പീൽ ചെയ്തിട്ട് നമ്മൾ എളുപ്പം അപ്പം അരിഞ്ഞ് കിട്ടാൻ നല്ല അരിഞ്ഞിട്ടാണ്. നമുക്ക് ഫൈനൽ നമുക്ക് ശകലം ഗാർണിഷ് ചെയ്യാനായിട്ട് ജസ്റ്റ് സ്മെല്ലിങ്ങിന് മാത്രം അരിയാണോ അതിൻ്റെ നമ്മൾ ഇടുന്നത്? അതിൻ്റെ അരി മാത്രം. ചെമ്പരത്തിപ്പൂ പായസം തയ്യാറായിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ ഒരു വലിയ കൗതുകമാണ്. ഇത് എങ്ങനെ ഇരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്ന്. അതായത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചെമ്പരത്തിപ്പൂവാണ് നമുക്ക് അറിയത്തേ ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ നെയ്യുടെയും ചെമ്പരത്തിപ്പൂ വറണ്ട് നല്ല ടേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. വായിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ട് കലേഷ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്തിട്ട് ആ കമൻറ്റ് അറിയിക്കുക. ബി ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ.